the body of Christ. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് Then വേണ്ടി. after this, the Apostle Paul says, ഇതിനെല്ലാം ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, he says, one man does not have all the gifts. ഒരു വ്യക്തിക്ക് എല്ലാ വരങ്ങളും ഉണ്ടാവുകയില്ല. Okay, you are following me, right? Yeah. One man does not have all the gifts. ഒരു വ്യക്തിക്ക് എല്ലാ വരങ്ങളും കൂടെ ഉണ്ടാവുകയില്ല. And he gives the example of a human body. അവന് പൗലോസ് ഒരു മാനുഷിക ശരീരത്തിന് ഉദാഹരണം ഇവിടെ He കൊടുക്കുന്നുണ്ട്. says if all are the nose, then where will be the body? Yeah. എല്ലാം കൂടെ മൂക്ക ചെയ്യുന്നതെങ്കിൽ ശരീരം എവിടെയാണെന്ന് ചോദിക്കുന്നു. So we see that different members have different functioning in the body. They have different gifts in the body of Christ. അതായത് ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളാകുന്ന ഓരോ വിശ്വാസിക്കും വെവ്വേറെ വരമുണ്ട്. അത് വെവ്വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. Now in these 9 gifts of the Holy Spirit, ഈ ആത്മാവിന്റെ വരങ്ങളിൽ ഉള്ള 9 എണ്ണവും, what are they? Let us see the list here. 9-ാമത്തെ 8-ാം വാക്യം മുതൽ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം. Praise the Lord. പലവിധ ഭാഷകൾ. Now what is this diverse kinds of tongues? ഇതെന്താണ് ഈ പലവിധ ഭാഷകൾ എന്ന് പറയുന്നത്? Listen carefully. ശ്രദ്ധിച്ചു കേൾക്കണം. See, the gifts of the Holy Spirit is operated by the supernatural power of God. Number 1. ഒന്നാമത് ഈ ഭാഷകളുടെ വരം എന്ന് പറയുന്നത് Gifts of the Holy Spirit. ആത്മാവിന്റെ വരങ്ങൾ പ്രവർത്തിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ്. Now you take any of these 9 gifts, we see that all of them are operated by the supernatural working of God in our lives. നമുക്ക് ഈ 9 വരങ്ങൾ എടുത്താലും ഇതിൽ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ അപ്രമേയമായിട്ടുള്ള ശക്തി കൊണ്ട് മാത്രമാണ്. Yeah, a man may have a natural wisdom, but he will not have the gift of the word of wisdom. ഒരുപക്ഷെ സ്വാഭാവികമായ അറിവ് ഒരു വ്യക്തിക്കുണ്ടായാലും ശരി, ഈ പരിശുദ്ധാത്മാവിലുള്ള പരിജ്ഞാനത്തിന്റെ വചനം ഒരിക്കൽ ചിലപ്പോൾ സമയത്ത് കിട്ടിയെന്ന് വരില്ല. Because that comes by the supernatural working of the Holy Spirit in a man's life. കാരണം ഈ പരിജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആത്യന്തികമായ ശക്തി കൊണ്ട് മാത്രം So when we ലഭിക്കുന്നതാണ്. talk about diverse kinds of tongues here, ഇവിടെ പലവിധ ഭാഷകൾ എന്ന് പറയുമ്പോൾ it തന്നെ talks about a language which an individual has not learned in the natural by the natural ability, but a language spoken by the divine intervention of the Holy Spirit of God. അതായത് ഈ പലവിധ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പഠിച്ചിട്ടില്ലാത്തതും ഒരു വ്യക്തിക്ക് ബുദ്ധി ആവശ്യമില്ലാത്തതും എന്നാൽ മറുവശത്ത് പരിശുദ്ധാത്മാവിന്റെ ആത്യന്തികമായ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. So this is also different tongues or unknown language, because it is something he has not learned by his natural, but the Holy Spirit has given by the supernatural ability. സ്വാഭാവികമായ ജ്ഞാനം കൊണ്ട് അവൻ പഠിച്ചെടുത്ത ഒന്നല്ല ഈ പലവിധമായ അന്യഭാഷ എന്ന് പറയുന്നത്. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ആത്യന്തികമായ ശക്തി കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. So in the 9 gifts we read one gift as tongues which have not been learned by the natural. 9 വരങ്ങളിൽ പലവിധമായ ഭാഷകൾ എന്നുള്ളത് നാം സ്വാഭാവികമായി പഠിക്കാത്ത ഒന്നാണ്. In other words, it is also speaking in a tongue which he has never learned in the natural. വേറെ വിധത്തിൽ പറഞ്ഞാൽ സ്വാഭാവികമായി ആ വ്യക്തി പഠിക്കാത്തതായിട്ടുള്ള ഭാഷ ആ വ്യക്തി സംസാരിക്കുക എന്നുള്ളതാണ്. And that is one of the gifts in the body of Christ which is given for the edification of the body. 9 വരങ്ങളിൽ സഭയുടെ പൊതുവായ പ്രയോജനത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരു വരങ്ങളിൽ ഒന്നാണത്. Now this gift cannot operate all alone, but it would need a man to interpret also. Yeah. ഈ അന്യഭാഷ എന്ന് പറയുന്നത് സഭയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ വ്യക്തിക്ക് വേറൊരാളുടെ സഹായം കൂടി ആവശ്യമാണ് അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി. And therefore that gift is used here as a gift for the whole church. അങ്ങനെ വരുമ്പോൾ ഈ അന്യഭാഷ എന്ന് പറയുന്നത് മുഴുവൻ സഭയുടെയും പ്രയോജനപ്പെടുവാനായിട്ട്. Okay, I'm doing my best to make you understand. Turn with me 1 Corinthians 14. 1 അധ്യായം. Yeah. 1 Corinthians 14. Listen carefully, please. ശ്രദ്ധിച്ച് കേൾക്കുന്ന കാര്യമാണ് ഭാഗമാണിത്. Yeah.
Verse 2. രണ്ടാമത്തെ വാക്യം. The one who speaks in strange tongues does not speak to others but to God, because no one understands him. He is speaking secret truths by the power of the Spirit. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. First Corinthians chapter 12, പലവിധ ഭാഷകൾ എന്ന് പറയുന്നത് ഒരുത്തൻ തന്റെ ജ്ഞാനത്തിലോ തന്റെ കഴിവിലോ പഠിച്ചിട്ടുള്ള ഭാഷയല്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് പഠിക്കാത്ത ഒരു ഭാഷയില് പുള്ളി സംസാരിക്കുന്നു. അതിന് വേറൊരുത്തൻ വ്യാഖ്യാനം നൽകും. ഓക്കെ, അതെന്തിനാ ഉപയോഗിക്കുന്നത്? സഭയുടെ ആത്മീക വർധന. എന്നാൽ ഫസ്റ്റ് കൊരിന്ത്യർ 14 എന്താ പറയുന്നത്? ഒരുത്തൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ മനുഷ്യരോട് അല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. എന്നാൽ സഭയിൽ ഒരുത്തൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആരോട് സംസാരിക്കുന്നത്? സഭയോടെ സംസാരിക്കുന്നത് അല്ലെ? അതൊന്ന് സഭയ്ക്കുള്ളതാണ്, അത് വേറൊരുത്തൻ വ്യാഖ്യാനിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ 1 കൊരിന്ത്യർ 14 പൗലോസ് പറയുന്ന അന്യഭാഷ വ്യക്തിപരമായ ജീവിതത്തിലെ നമ്മുടെ ആത്മീക വർധനവിനുള്ളതും 1 കൊരിന്ത്യർ 12 പറഞ്ഞ അന്യഭാഷ അല്ലെ പലവിധ ഭാഷ എന്ന് പറയുന്നത് സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയാ. മനസ്സിലായോ? അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നുള്ള. ഇത് രണ്ടും വ്യക്തമായി കിട്ടണം. 1 കൊരിന്ത്യർ 12 പലവിധ ഭാഷകൾ എന്ന് പറയുന്നത് തന്റെ ശക്തിയിലോ തന്റെ അറിവിലോ ഉള്ള ഭാഷ അല്ല, എന്നാൽ ആത്മാവിന്റെ നിറവിലെ ആത്മാവിന്റെ ശക്തിയിലുള്ള ഒരു ഭാഷയാണ്. മനസ്സിലായോ? അപ്പൊ ആ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് ബ്രദർ രാജു വ്യാഖ്യാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാരോട് സംസാരിക്കുന്നപ്പോ? സഭയോട് സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി. എന്നാൽ 1 കൊരിന്ത്യർ 14 പൗലോസ് പറഞ്ഞു, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തോടത്ര സംസാരിക്കുന്നത്, മനുഷ്യരോട് അല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ആരും തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്ക് മർമ്മങ്ങൾ സംസാരിക്കണം ദൈവമായിട്ട്. ആഗ്രഹമുണ്ടോ? എന്നാ ബെറ്റർ സംസാരിക്കുക. നിങ്ങൾക്ക് മർമ്മങ്ങൾ സംസാരിക്കണമെങ്കിൽ ഈ അറിയുന്ന ഭാഷയൊക്കെ മാറ്റി വെച്ചിട്ട് അന്യഭാഷയില് സംസാരിച്ചേ പറ്റൂ. നാലാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീയവർദ്ധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീയവർദ്ധന വരുത്തുന്നു. അപ്പൊ 12-ാം അധ്യായത്തിൽ സംസാരിക്കുന്നവനോ ആർക്കാ ആത്മീയവർദ്ധന വരുത്തുന്നത്? സഭയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. The one who speaks in tongues about in 1 Corinthians 12, he edifieth the church. But the one it talks about in 1 Corinthians chapter 14, he edifieth himself. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്ന അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തി സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ കാണുന്ന അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. തനിക്ക് താൻ ആത്മീയവർദ്ധന വേണോ? അറിയുന്നത്. എന്നാൽ അന്യഭാഷയിൽ സംസാരിച്ച് so we have to see, and therefore Paul says in 1 Corinthians chapter 12, does everyone have this gift of speaking in tongues and interpretation for the edifying of the body? No. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഈ പറയുന്ന വിധത്തിലുള്ള സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്ന വിധത്തിലുള്ള വ്യാഖ്യാനിക്കപ്പെടുന്നതായ അന്യഭാഷ വരമെന്ന് പറയുന്നത് സഭയിൽ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും മൂക്കന്മാരല്ലേ? അല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള വരം എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഇല്ല. എന്നാൽ എല്ലാവർക്കും ആത്മീയ വർദ്ധന വേണമെങ്കിൽ എന്ത് വേണം? അന്യഭാഷ സംസാരിച്ചേ പറ്റും. രണ്ടും പിടിയിട്ടേപ്പോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രവചനം ഇല്ല, എല്ലാവർക്കും ഹീലിംഗ് ഇല്ല, എല്ലാവർക്കും അന്യഭാഷയെ സംസാരിച്ച് സഭയെ എഡിഫൈ ചെയ്യാനുള്ള വരം ഇല്ല. എന്നാൽ എന്റെ ആത്മീയ വർദ്ധനു വേണ്ടി ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചേ. Praise the Lord. You understand? So we need to tell the people who come and say, brother, you don't have to speak in tongues because it says in 1 Corinthians chapter 12. We need to tell him, brother, my dear brother, it is talking about the gift for the edification of the church. ആരെങ്കിലും നിങ്ങൾ അടുക്കളയ്ക്ക് വന്നിട്ട് പറയുക, സഹോദരൻ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 30-ാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയണ, സഹോദര, ഇത് സഭയുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയുള്ള അന്യഭാഷ വരത്തെ കുറിച്ചാണ് പറയുന്നത് പറയാൻ സാധിക്കും. But I want to edify myself. എന്നാൽ എനിക്ക് എന്നെ തന്നെ ആത്മീയ വർദ്ധന വരുത്താൻ എനിക്ക് ആഗ്രഹം വേണോ? Praise the Lord.
we need to speak in tongues. നാം Amen. അന്യഭാഷ സംസാരിക്കുന്നതായിരുന്നു. You know, this is one verse which very directly says, the one who speaketh in tongues builds himself up. ഈ ഒറ്റ വാക്യമാണ് Yeah. ഒരു വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ തനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തുന്നുവെന്ന് The word edifying in the English means building oneself up. ആത്മീയ വർധനം എന്നുള്ള എഡിഫൈ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ഒരു വ്യക്തി തന്നെ പണിത് ഉയർത്തുക എന്നുള്ളതാണ്. Yeah, if you want to be building up yourself in the Lord, you better speak in tongues. And Paul says, I speak in tongues more than you all. Praise the Lord. നിങ്ങൾക്ക് ആത്മീയ വർധനം വരുത്താൻ പണിത് ഉയർത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന പൗലോസ് പറയുന്നു, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ Oh, സ്തുതിക്കുന്നു. we need to understand this very clearly, ഈ beloved. കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. We know praying will definitely help us to edify in the Lord. തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മുടെ ആത്മീയമായ വർധന വരുത്തുന്നു നമുക്കറിയാം. But the Bible doesn't say so plainly, whosoever prayeth edifieth himself. But it says here, whosoever speaketh in tongues edifieth himself. It's very വേദപുസ്തകത്തിൽ clear. ഒരിക്കലും പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്കറിയാം, പ്രാർത്ഥിക്കുന്നവൻ ആത്മീയമായിട്ട് വളരുമെന്നുള്ളത്. എന്നാൽ 1 Corinthians 14-4 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, Yeah. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. I want to tell you, I want to edify myself. ഞാൻ പറയട്ടെ, എനിക്ക് എന്നെ തന്നെ ആത്മവർദ്ധന ആഗ്രഹമുണ്ട്. If you want to edify yourself, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആത്മീയവർദ്ധന വരുത്തുന്ന ആഗ്രഹമുണ്ട്. throw all the other garbage in the waste bin and come to the Lord and receive the power of the Holy Spirit. നിങ്ങൾക്കുള്ള എല്ലാ ചപ്പ് ചവറുകളും ഈ വെളിയിലുള്ളതായ ചമച്ചുകൊണ്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവസന്നിധി വരും. നിങ്ങളെ ദൈവ ആത്മാവിനെ The നിറയ്ക്കും. Lord will fill you with the power of His Holy Spirit. തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. So we need to have this gift, and we need to speak in tongues in order to edify ourselves. ഈ ആത്മീയ വരവും നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്വയമായിട്ട് ആത്മീയ വർധന വരുത്തുവാനുള്ള അന്യഭാഷയും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. We see that there are so many people who are so confused because they have been confused by these so-called people. ഈ നാമധേയമായ വിശ്വാസികളിൽ നിന്ന് കേൾക്കുന്നതായ കാര്യങ്ങൾ കൊണ്ട് വളരെയധികം മനസ്സ് കലങ്ങിയിട്ടുള്ള അനേക ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. But you have received the truth, you have received the light. Be one who is able to dispense this to other people in these days. ഈ സത്യം മനസ്സിലാക്കിയ നിങ്ങൾ ഇതിനെ കൊണ്ട് മറ്റുള്ളവരെയും ശുശ്രൂഷിക്കുവാൻ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. And we thank God in the assembly in Delhi. ഡൽഹിയിലുള്ളതായ അസംബ്ലിയിലെ There are some brothers and there are some sisters who are gifted with this, that they speak in tongues and somebody else immediately interprets and the church is edified. ചില സഹോദരന്മാർ അവിടെയുണ്ട്. ചില ആൾക്കാർ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മറ്റു ചിലർ അത് വ്യാഖ്യാനിച്ച് സഭയോട് അറിയിക്കുമ്പോൾ സഭ ആത്മീകമായി പണിയപ്പെടുകയാണ്. But as we heard today morning, ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ Paul says, I will also sing unto the Lord in the Spirit. ഞാൻ എന്റെ ആത്മാവിലും പാടുമെന്ന് പറയുമ്പോൾ How do you sing in the Spirit? നിങ്ങൾ അതിന് ആത്മാവിൽ പാടുന്നത് We speak in other languages. ഒരു വേറെ ഭാഷയിൽ നമ്മൾ പാടും. We sing unto the Lord. ദൈവത്തെ നമ്മൾ പാടുകയാണ്. We sing unto the Lord mysteries. ദൈവത്തിന്റെ മർമ്മങ്ങളെ പാടുന്ന അനുഭവം. We will sing unto the Lord many wonderful things which will edify me in my spiritual life. എന്റെ ആത്മീയ ജീവിതം എന്നെ ആത്മീയമായി വർദ്ധിപ്പിക്കുന്നതായ അനേക കാര്യങ്ങൾ ദൈവത്തിൽ പാടുന്ന So അനുഭവം. we see that speaking in tongues for me is given individually when I am baptized in the Holy Spirit for my building up and for me to worship the Lord, to praise my Lord. എന്റെ ആത്മാവിൽ ആത്മീയമായ വർധനവിന് വേണ്ടിയും എന്റെ ആത്മാവിന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പണിത് ഉയർത്തുവാൻ വേണ്ടിയും ഞാൻ ആത്മാഭിഷേകം പ്രാപിക്കുന്നതായ സമയത്ത് ദൈവം എനിക്ക് അന്യഭാഷ തന്നിട്ടുണ്ട്. Now the one more thing I would like to share with us is, ഒരു കാര്യം കൂടെ നമ്മളോട് പറയുവാനായിട്ടുള്ളത്, we see very clearly speaking in tongues is the initial evidence in many places in the Bible. വേദപുസ്തകത്തില് ഈ അന്യഭാഷ സംസാരിക്കലാണ് ആത്മാഭിഷേകത്തിന് ആദ്യമായിട്ടുള്ള തെളിവ്. We see in Acts chapter 2 അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ and verse 4. 4-ാമത്തെ വാക്യത്തിൽ, Please read. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യം. And they were all filled with the Holy Spirit and began to speak with other tongues. Praise And God. the Spirit was giving them utterance. Yeah. So the scripture says when they were all baptized that first time there, it says that when they were all baptized in the Holy Spirit, they began to speak in tongues. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ സംസാരിച്ചു. Praise the Lord. They began to speak in tongues. അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. Yeah, then we see in Acts chapter 10.
അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു. Yeah, that's the second reference. രണ്ടാമത്തെ വേദഭാഗം അതാണ്. Acts chapter 10. 10-ാം അധ്യായം 44-45 വാക്യം. ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തെ വർദ്ധിയിരിക്കുന്നത് കേൾക്കാൻ പത്രോസിനോടുകൂടെ പരിശോധനക്കാരായ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ദാനം ജാതികളുടെ മേലും പകർന്നു കണ്ട വിസ്മയം. Now we see very clearly in this portion that when Peter was yet speaking, the power of the Holy Spirit fell upon the Gentiles and they all began to speak in tongues. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുന്നതും അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുവാനും തുടങ്ങിയത് Second reference. രണ്ടാമത്തെ വേദഭാഗമാണ്. Now let us go to a third reference. മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം. We are going by the word of God. വേദപുസ്തകത്തിന്റെ തെളിവോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. Acts chapter 19. 19-ാമത്തെ അധ്യായം. Acts chapter 19. 19-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ verses 2 onwards. രണ്ടാം വാക്യം വായിച്ചു. നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമുദ്ര കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞുവെന്ന് പറഞ്ഞു. ഇത് കേട്ടാലെ അവർ കർത്താവായ യേശുവിൻ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. So we see here again, when the apostle Paul laid hands upon them, they were baptized in the Holy Spirit and they began to speak in tongues and prophesy. ഇവിടെ കാണുന്ന പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. It is not written they began to prophesy and speak in tongues. പ്രവചിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും ചെയ്തു എന്നല്ല. But it says they began to speak in tongues and prophesy. അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്നാണ്. So these three references make it very clear that every time when they were baptized in the Holy Spirit, they also began to speak in tongues. ഈ മൂന്ന് വാക്യ ശകലങ്ങളുടെയും വെളിച്ചം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എല്ലായിടത്തും ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു എന്നാണ്. Yeah, this is a very, very important for us to know. ഇത് വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. Then in two other places, എന്നാൽ മറ്റ് രണ്ട് സ്ഥലങ്ങളില് we can presume that they also received the tongues as when they were baptized in the Holy Spirit. ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ അവിടെയും അവർ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. That is Acts chapter 8 again. 8-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി verse 17 and 18. 17-18 വാക്യങ്ങൾ. Then Peter and John placed their hands on them, and they received the Holy Spirit. Simon saw that the Spirit had given to the believers when the apostles placed their hands on them, so he offered money to Peter and John. Yeah. The Bible says when Simon what? So. പൗലോസ് ശിമോൻ കണ്ടപ്പോൾ എന്നാണ് വേദപുസ്തകം പറയുന്നത്. Why is that? Simon kandare. Simon enna kandare? What did he see? പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? You cannot see the Holy Spirit. പരിശുദ്ധാത്മാവിനെ കാണാൻ You പറ്റിയില്ല. can only see a manifestation of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രകടനം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. So Simon saw. ശിമോൻ കണ്ടാറ്. What Simon could have seen? എന്താണ് ശിമോന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്തായിരിക്കും? It says that in that city there was great joy at the time of Philip. ഫിലിപ്പോസിന്റെ കാലത്ത് ആ പട്ടണം നിറഞ്ഞ് എല്ലാവരും സന്തോഷമുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. But it was not that joy that he saw, because if he wanted that joy only, then he would have given money to Philip at that time. സന്തോഷം മാത്രം മതിയായിരുന്നു, സന്തോഷമായിരുന്നു അടയാളമായിട്ട് ശിമോൻ കണ്ടിരുന്നെങ്കിൽ ഫിലിപ്പോസിന്റെ കയ്യിൽ പണം കൊടുത്തിട്ട് അത് വാങ്ങാൻ ശ്രമിക്കുമായിരുന്നു. But we see that Simon saw something so different happening that he wanted to give money and get that gift to him. പത്രോസ് യോഹന്നാന് വന്നതിന് ശേഷം എന്തോ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടു. ആ കാര്യങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പൈസ കൊടുക്കാൻ ശിമോൻ തയ്യാറാകുന്നതാണ് ഇവിടെ പറയുന്നത്. So what Simon could have seen there? എന്തായിരിക്കണം ശിമോന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? Very clear. വ്യക്തമാണ്. It must be all these people began to speak in languages they never learned. Because Simon knew all these people. ശിമോൻ ഈ വ്യക്തികളെല്ലാം അറിയാം. അവരാരും പഠിക്കാത്തതായ ഭാഷകൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. Then Simon said, അതിനുശേഷം when Simon saw this,
ശിമോൻ ഇത് കണ്ടാണ്. He said, I will give you, brother, some money. Can you give me this gift? ഞാൻ അല്പം പണം തരാം സഹോദര, എനിക്ക് ഈ വരം തരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. So I'm sure what Simon has seen there is nothing but the manifestation of the Spirit of speaking in tongues. ശിമോൻ മറ്റൊന്നുമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ പ്രകടനമായ അന്യഭാഷ സംസാരിക്കലായിരിക്കണം കണ്ടിട്ടുള്ളത്. Now we turn again to the life of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുക. Now I don't want to refer you, but we know Paul says to the Corinthians, I speak in tongues more than you all. പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും അറിയും ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയുക. So when the Apostle Paul was baptized in the Holy Spirit, I'm sure he too must have spoken in tongues. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പൗലോസ് പ്രാപിച്ചപ്പോൾ പൗലോസും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം. So all these 5 witnesses in the Bible makes it very clear to us, crystal clear, that when we are baptized in the Holy Spirit, the Lord would give unto us unknown languages which we have never spoken with our intellect. ഈ 5 വാക്യഭാഗങ്ങൾ വേദഭാഗങ്ങളുടെ തെളിവുകളിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നാം എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം. Now we need to know that God gives this to us that we may edify ourselves in the Lord. ക്രിസ്തുവിൽ നാം നമ്മെ തന്നെ പണിതുയർത്തുവാൻ വേണ്ടിയാണ് ദൈവം ഇത് നമുക്ക് നൽകുന്നത്. There are 10 reasons why we should speak in tongues in our individual life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുകൊണ്ട് അന്യഭാഷ സംസാരിക്കണം എന്നുള്ളതിന് 10 കാരണങ്ങളുണ്ട്. But there is no time to share that tonight. ഇന്ന് രാത്രി നമുക്ക് സംസാരിക്കാൻ സമയം I കുറവാണ്. wanted to include all that for tonight, but then it will go on to 12 o'clock. അതൊക്കെ ഇന്ന് രാത്രി ചേർത്ത് പറയാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ രാത്രി 12 മണി വരെ പോകും. And so we are not going to enter into that tonight. ഇന്ന് രാത്രി ആ ഭാഗത്തേക്കൊന്നും കടന്നുപോയാൽ But ഉദ്ദേശിക്കുന്നില്ല. I want to share this with us. ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു That കാര്യമാണ്, we see that when each believer is baptized in the Holy Spirit, the Lord would like to give unto us that